നമസ്കാരം, ഇറ്റ്സ് മീ കൃപ് സാർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ലോക സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷനുണ്ട്. ആ ഇൻഫർമേഷൻസ് കുറച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ഡീകോഡിങ്, അതും ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ നിങ്ങളെപ്പോലെ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. അപ്പോൾ അതുപോലെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ എനിക്കും തോന്നിയ കാര്യം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും തോന്നത്തില്ല ഈ കഥ ഇനി സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെയൊക്കെ ആവാമെന്ന് തോന്നത്തില്ല. അപ്പോൾ അതുപോലത്തെ സംശയമാണ് ജസ്റ്റ്. അപ്പോൾ അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. അത് വലുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്തൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. അവഞ്ചേഴ്സ്, മാർവൽ, അതേപോലെ വേറെ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ടൊക്കെയാണ് പലവരും ഈ ഒരു മൂവിയെ കണക്ട് ചെയ്യാൻ നോക്കുന്നത്. അതിലെ ക്യാരക്ടർ റെഫറൻസ് ഇതിലുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റാണ്. കാരണം ഇത് ലോക എന്ന് പറയുന്നത് ഒരു പ്രത്യേക യൂണിവേഴ്സൽ സ്റ്റോറിയാണ്. ഇത് യുണീക്കാണ്. ഇപ്പോൾ ലോകത്ത് ഇന്നേ വരെ ഈ പ്രേതം ഭൂത ഒരു കോൺസെപ്റ്റിൽ ഉള്ള യൂണിവേഴ്സ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെയാണ് ഈ പറഞ്ഞ ലോക എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂച്ചയുടെ റെഫറൻസാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ പൂച്ച എങ്ങനെയാണ് ഈ ഒരു കഥയിൽ കണക്റ്റ് ആവുന്നത്? ഇത് രണ്ട് ആനിമലാണ് പറയുന്നത്, ഒന്ന് പൂച്ച, ഒരു പട്ടി. അപ്പോൾ ഈ രണ്ട് ആനിമലിന് കോമൺ ആയിട്ടുള്ള സംഭവമാണ് പട്ടിക്ക് ആ ഒരു സിനിമ, യോഗ സിനിമയിൽ കാണിക്കുന്ന ഒരു പട്ടിക്ക് കാലിന് പ്രശ്നമുണ്ട്, ഒരു കാലിന് പ്രശ്നമുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന പൂച്ചയ്ക്ക് ഒരു ശിവിക്കണ പ്രശ്നം. അപ്പോൾ എന്തോന്നാണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ഒടിയന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒടിയന്മാർ. അപ്പോൾ അവരങ്ങനെയാണ്. അവരിപ്പോൾ ഈ മൃഗത്തിനെ പോലെ വരികയാണെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നി ഇവരുടെ കാലിനോ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും വൈകല്യമുള്ളൊരു എന്തോന്നാണ് മൃഗമായിട്ട് മാത്രമേ ഒടിയന്മാർ എന്തോ നീയത്തുള്ളൂ, വരത്തുള്ളൂ എന്ന് അറിയണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒടിയന്മാരെ പറ്റി കേട്ടിട്ടുള്ളവർക്ക് അറിയാമെങ്കിൽ അറിഞ്ഞിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് ഈ ഒടിയന്മാരുടെ ബേസിക് സയൻസ്. അപ്പോൾ ചെറിയൊരു സാധാരണ പൂച്ചയല്ല. ഈ പൂച്ചയെ വെച്ചിട്ട് തന്നെ ഒരുപാട് കണക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പൂച്ചയെ പറ്റി പറയുകയാണെങ്കിൽ പറയുന്ന സണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ എന്തോന്നാണ് ആ ഒരു ക്യാരക്ടർ തന്നെ. മനസ്സിലായില്ലേ? ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. മനസ്സിലായില്ലേ? സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗിഫ്റ്റായിട്ടൊരു ലേഡിക്ക് പൂച്ച കൊടുത്തു. ആ പൂച്ചയെ കൊടുത്തു. അതേ പൂച്ചയെ എന്തോ ചെയ്യുന്നുണ്ട്, ആ ലേഡിയെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കഥയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് പ്രത്യേകം ചെയ്ത ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഈ സംഭവം. ഇതാണ്. അപ്പോൾ ഈ ഒടിയനായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന ദുൽഖർ സൽമാനാണ് സത്യത്തിൽ ഈ ഒടിയനായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പൂച്ചയും പട്ടിയും ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു കണക്ഷൻ എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും. അത് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, കാണാനും പറ്റും സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ കാണുന്ന കാര്യം നീലിയും നസ്ലിയും തമ്മിലൊരു കോംബോയാണ്. ഇവർ ശരിക്കും എന്തോന്നാണ്? ഇവരെന്ന് പറഞ്ഞാൽ കാർമ്മികമായി കർമ്മയാണ് ഇവർ. മനസ്സിലായി? ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയാണ്. ഈ പറഞ്ഞ നസ്ൽ എന്ന് പറയുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് നീലിയുടെ ഒരു സോൾമേറ്റാണ്. മനസ്സിലായില്ലേ? കാരണം നമുക്കറിയാൻ പറ്റും ഈ പറയുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള യുദ്ധത്തിൽ എന്തോ നീങ്ങുന്നുണ്ട്, ഈ നസ്ലിന് എന്തോ നീങ്ങുന്നുണ്ട്, ഈ നീലിയെ രക്ഷിക്കാൻ വേണ്ടി ബുള്ളറ്റ് തോക്കിൻ്റെ മുമ്പിലെടുത്ത് ചാടി സ്വന്തമായി മരണം ഏറ്റുവാങ്ങി അവളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ മരണം ഏറ്റുവാങ്ങിയ ആരാണ്? ആ വ്യക്തി ലാസ്റ്റ് നീലിക്ക് റിഗ്രറ്റ് ഉണ്ട് രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ. മനസ്സിലായില്ലേ? അങ്ങനെ ആ പറയുന്ന ബോയ് ഫ്രണ്ടായ യുദ്ധത്തിൽ മരിച്ചുപോയി, ബ്രിട്ടീഷായ യുദ്ധത്തിൽ മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ പുനർജനിച്ചു. മനസ്സിലായില്ലേ? അതേ അയാൾ തന്നെയാണ് മരിച്ചുപോയ കാമുകൻ പുനർജനിച്ചിട്ട് നസ്ലിനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കാമുകൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ രണ്ട് പേർക്ക് ഒരേ സിമിലാരിറ്റിയാണ്. മരിച്ചുപോയ കാമുകനും ഇപ്പോഴത്തെ നസ്ലിനും ഒരേ സിമിലാരിറ്റിയാണ്. രണ്ടും ഒരാളാണ് തന്നെയാണ്. അത് സോൾമേറ്റാണ്. മനസ്സിലായില്ലേ? ഈ നസ്ലിൻ്റെ കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നുണ്ട്, നീലിയെ സംരക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ച ഒരാളാണ് നസ്ലെന്ന് പറയുന്നത്. അതാണ് ഈ ഒരു നസ്ൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ മറ്റേ വില്ലൻ ഈ പറയുന്ന നീലിയെ കൊല്ലാൻ പോയപ്പോൾ ആ വില്ലനെ വെടിവെച്ച് എന്തോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ വില്ലൻ്റെ കഴുത്തിൽ കുത്തി പിടിക്കുന്ന സമയത്ത്, കഴുത്ത് നിൽക്കുന്ന സമയത്ത് ഈ വില്ലനെ തോക്ക് കൊണ്ട് ആര് വെടിവെക്കുന്നുണ്ട്? നസ്ൽ എന്ന് പറയുന്ന സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെടിവെച്ചിടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മാവ് ഭൂമിയിലോട്ട് ഇപ്പോൾ ഒരാൾ ദുർമരണം സംഭവിക്കുകയാണെങ്കിൽ
ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ ആത്മാവിന് എന്തോ ചെയ്യുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പറ്റാതെ ദുർമരണപ്പെട്ടതാണെങ്കിൽ മനസ്സിലായി, അടുത്ത ജന്മത്തിൽ ആ കാര്യങ്ങൾ സ്റ്റാറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് ഇവരുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യമാണ് ഗരുഡ ഫോഴ്സിനെ പറ്റി. ഗരുഡ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നീലി കൊന്നൊരു വ്യക്തിയുടെ പിറകിലുള്ള ആളാണ് ഗരുഡ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗരുഡ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് ഒരാൾ പറയുന്നുണ്ട്, ഗരുഡ ഫോഴ്സിനെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വിടുകയാണെങ്കിൽ ഒന്നീ ഹാർട്ടിൽ ഷൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തോന്ന് ചെയ്യുക, ഈ പറയുന്ന പോലെ ബ്രെയിനിൻ്റെ, മനസ്സിലായില്ലേ, തലയുടെയും അല്ലെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ മുകളിലും ജസ്റ്റ് തലയുടെ ആ ഭാഗത്തേക്ക് നിങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിൻ്റെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞത് കാരണം ഹാർട്ടിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ബ്രെയിനിൻ്റെ കേസ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹാർട്ടും ബ്രെയിനുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ബ്രെയിനും അതേപോലെ തന്നെ ഹാർട്ടും അതുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം പുരാണപരമായി പറയുന്നത് അവരുടെ ബ്രെയിൻ ഇല്ലാതാകണമെന്ന് പറയുന്നത്. ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രേതമായി ജനിക്കണമെങ്കിൽ ആ ബ്രെയിന്, കാരണം ബ്രെയിനിൻ്റെ അകത്തുള്ള 90% അല്ലെങ്കിൽ 90% വെള്ളമെന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. കാരണം അങ്ങനെയാണ് ബ്രെയിൻ. അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം. അതുകൊണ്ട് ഈ ബ്രെയിനായിട്ടുള്ള ഒരു കണക്ഷൻ കട്ടാവാൻ വേണ്ടിയാണ് ഈ ഗരുഡ ഫോഴ്സ് എന്തോ ചെയ്യുന്നത്, ഇതേപോലെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെടിവെക്കാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു പറയുന്ന പോലെ അവസാന ഭാഗമായപ്പോൾ എന്തോ ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു പോലീസുകാരൻ ആ സമയത്ത് ക്ലിനിക്കലിൽ വെച്ച് എന്തോ ചെയ്തത്, ആ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സ്പൈനൽ കോണിൻ്റെ നെക്കിൻ്റെ നടുക്ക് വെടിവെച്ചത്. അതുകൊണ്ടാണ് നാക്കും അതേപോലെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതെങ്ങനെ കണക്റ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം ഗരുഡ ഫോഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു ആൾ പറയുന്നൊരു കാര്യം, അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം, ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കും സ്പൈനൽ കോഡിൻ്റെയും ഇടയിലുള്ള ഭാഗം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്രഷൻ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വെടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്ഷികൾക്ക് ബ്ലഡ് കുടിക്കാൻ പറ്റില്ല. അവരുടെ നാക്ക് മൊത്തമായി നശിക്കും. ആ നാക്കും ആയിട്ടുള്ള ഈ കണക്ഷൻ വിടും. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ പോയിന്റ് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നാക്കും ബ്രെയിനുമായിട്ട് അത് കാരണം അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ചാൽ രക്തം കുടിക്കാൻ പറ്റത്തില്ല. കാരണം നാക്കൊണ്ട് രക്തം കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാക്കിന് ഉള്ള മൊമെൻറ്റ്, ആ നാക്കിന് ചലനശേഷി അല്ലെങ്കിൽ നാക്കിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ പോയിന്റ് തന്നെ വെടിവെക്കണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഹാർട്ടിലും പറയുന്നത്, ഹാർട്ട് നമുക്കറിയാം, കാരണം അവരുടെ വീക്ക് പോയിൻ്റാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ പ്രേതങ്ങളെ സ്വാഭാവികമായിട്ടും വെടിവെക്കാൻ അവർ പറയുന്ന കാരണം അതുകൊണ്ടാണ്. കാരണം അവരുടെ ഭാവിയിലുള്ള അതിജീവനത്തിന് ബാധിക്കണമെങ്കിൽ അവിടെ തന്നെ വെടി കൊണ്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? കാരണം എന്നാൽ മാത്രമേ അവരുടെ ബോഡി തളരത്തുള്ളൂ, അവർക്ക് രക്തം കുടിക്കാൻ പറ്റാതിരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ രക്തം കുടിക്കാൻ പറ്റാതെ അവർ മരിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വില്ലനെ പറ്റിയാണ്. വില്ലനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഈ ഒരു കഥ പോകുന്നത് സൂംബി ലെവലിലോട്ടാണ്. സൂംബീസ് അല്ലെങ്കിൽ തന്നെ അതുപോലത്തെ ഇതിലോട്ടാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? വിജയൻ സിനിമയിലുള്ള പോലെയൊക്കെ അതുപോലെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം അത് മാത്രമല്ല, അത് ഒരുപാട് വേറൊരു കാര്യങ്ങൾ അതിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ തുടക്കത്തിൽ ആ ഒരു ടൈറ്റിൽ കട എഴുതി കാണിക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് ഒരുപാട് മനുഷ്യന്മാർ കടിച്ചു ഊതുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന സണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, നസ്ലിൻ്റെ ക്യാരക്ടർ നീലിയെടുത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ കടിച്ചു കഴിഞ്ഞാൽ എന്തോന്നാണ്, നിങ്ങളോട് അതേ വൈറസ് എനിക്ക് പകരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ നീതി പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയും കുടിയും അതേപോലെ തന്നെ എല്ലാ പരിപാടിയും നിനക്കുണ്ട്, അതുകൊണ്ട് തന്നെ നിൻ്റെത് ഹെൽത്തി ബോഡിയല്ല, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ അഥവാ കടിച്ചാൽ നിനക്ക് വരാൻ പോകുന്ന പെയിൻഫുൾ ഡെത്ത് ആയിരിക്കും. ഹെൽത്തി ബോഡിക്ക് മാത്രമേ ആ വൈറസിനെ പിടിച്ച് നിർത്തി റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഹെൽത്തി ആയിട്ടുള്ള ഒരാളിനെ ഈ പറഞ്ഞ നീതി എന്ന് പറഞ്ഞ ക്യാരക്ടർ കടിച്ചാൽ മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, നീതിയെ പോലെ ആവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്.
അതേസമയം ഈ വില്ലനുണ്ട്. ഈ വില്ലൻ ഇതേപോലെ ഈ അമ്മയും വില്ലൻ്റെ അമ്മയും തമ്മിലൊരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ വില്ലൻ ആ അമ്മയുടെ അടുത്ത് കൃത്യമായി പറയുന്ന കാര്യം, ഞാൻ എന്തോ നീ ദൈവമാണെങ്കിൽ നീ എന്തോന്നാണ് ദൈവത്തിൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നീ എൻ്റെ കൂടെ വേണം, മനസ്സിലായി? അമ്മയെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ പറയുന്ന സാൻഡി മാസ്റ്റർ എന്ന് പറഞ്ഞ വില്ലൻ്റെ ഉദ്ദേശം ഈ അമ്മയെ കൊന്നു കളയുക എന്നുള്ളതല്ല. ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും, ആ അമ്മയെ കടിച്ച് കൊന്നിട്ടത് പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ അങ്ങനെയല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കടിക്കുക മാത്രമേ ചെയ്യുന്നത്. കടിച്ചിട്ട് ഈ മകൻ്റെ വൈറസ് അമ്മയിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടുപേരും ഒന്നാകാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വേറൊരാൾക്കും കൂടെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി മാസ്റ്റർ എന്ന് പറഞ്ഞ വില്ലൻ്റെ അമ്മയിലോട്ടും ഇത് പടർന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇനി പാർട്ട് 2 ആകുമ്പോൾ ഈ വൈറസ് പടരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ബ്ലഡ്, മനസ്സിലായില്ലേ? ആ ബ്ലഡ് എന്തോന്ന് ചെയ്യുന്നുണ്ട്, ഡോക്ടർ കളക്ട് ചെയ്തു. ഈ ബ്ലഡ് ഇനി ലാബിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവുകയോ അല്ലെങ്കിൽ ആ ബ്ലഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും പാർട്ട് 2 എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഈ ബ്ലഡിൻ്റെ റെഫറൻസ് എന്തായാലും വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, മനസ്സിലായില്ലേ? അത് മാത്രമല്ല ഇതിൽ രണ്ട് കാര്യം, ഇത് രണ്ടൊന്നും എന്തായാലും സംഭവിക്കും, മനസ്സിലായില്ലേ? കാരണം ഒരു സൂംബി ലെവലുള്ള ഐറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇതും വേറൊരാൾക്ക് സ്പ്രെഡായി ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ ചാത്തമ്മയുടെ കാര്യം പറയും. ചാത്തമ്മ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോന്നായാലും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോ തോമസ് ചാത്തനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ചോദിക്കും, ടൊവിനോ തോമസും ചാത്തൻ്റെ ഗണത്തിൽ പെടത്തില്ലേ? അപ്പം ടൊവിനോയും അതേപോലെ ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടറും അതേപോലെ തന്നെ നീജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓപ്പോസിറ്റായിട്ട് നിൽക്കേണ്ടവരല്ലെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല. കാരണം ഈ പറഞ്ഞ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നന്മ ചെയ്യാൻ വേണ്ടി ജനിച്ച ആൾക്കാരാണ് ഈ ചാത്തന്മാരെല്ലാവരും, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും നന്മ ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ട് ചാത്തന്മാർ ഇവിടെ വരുന്നുള്ളൂ. നല്ല ചാത്തന്മാരും മോശ ചാത്തന്മാർ ഇവിടെ രണ്ട് രീതിയിലുള്ള ചാത്തന്മാർ വരുന്നുണ്ട്. മോശപ്പെട്ട ചാത്തൻ എങ്ങനെ വരുമെന്ന് അത് സെക്കൻഡ് പാർട്ട് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് ചാത്തന്മാർ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായി? നല്ല ചാത്തന്മാരും മോശപ്പെട്ട ചാത്തന്മാരും, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രതിമയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ പ്രതിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രതിമയെപ്പറ്റി എല്ലാവരും പറയുന്ന കാര്യം, ഈ പ്രതിമയിൽ നിന്ന് ഈ ഗുഹയിലോട്ട് കയറിയപ്പോൾ ഈ പ്രതിമയിൽ നിന്നാണ് ആ കുട്ടിക്ക് ആ നീലിയെ പോലത്തെ വൈറസ് അല്ലെങ്കിൽ ആ ശക്തി കിട്ടിയത് എന്നാണ് പറയുന്നത്. ചിലർ ഇത് വവ്വാല് കടിച്ചുകൊണ്ടാണെന്ന്. വവ്വാല് ഇതുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. വവ്വാലുമായിട്ടൊരു ബന്ധമില്ല. ഇതെന്ന് പറഞ്ഞാൽ തളയ്ക്കപ്പെട്ട എന്തോ നീയുന്നുണ്ട് ഒരു ആത്മാവിൻ്റെ ഒരു ലേഡി, ഒരു പ്രേതത്തിൻ്റെ എന്തോന്നാണ് രക്ഷി എന്തോ ആയുക, മനസ്സിലായില്ലേ? അവരുടെ ഒരു ബോഡിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തലയാണ് അവിടെ ഇല്ലാത്തത്. ഈ തല മാറ്റി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ 95% വെള്ളമാണ്. ശരീരത്തിൽ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ആ ഭാഗത്തേക്ക് ആ പാട്ട് നോക്കുമ്പം നമ്മുടെ ബ്രെയിനിൻ്റെ 95% വെള്ളമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ ഫീലിങ്സും നമ്മുടെ വികാരങ്ങളും നമ്മുടെ മെമ്മറി വരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ വെള്ളങ്ങളിൽ പറ്റുമെന്നാണ് പറയുന്നത്. ബ്രെയിനിൻ്റെ അകത്തുള്ള വെള്ളത്തിൽ ഈ മെമ്മറിയൊക്കെ സ്റ്റോർ ചെയ്ത് നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെ എക്സാമ്പിൾ എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിലും വിശ്വസിക്കുന്ന ആളൊന്നുമല്ലെങ്കിലും ഐതിഹ്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പള്ളിയിലായാലും ടെമ്പിളിലായാലും നമ്മൾ പോയാൽ മതി, പ്രസാദം തരും. അല്ലെങ്കിൽ വെള്ളം വെച്ചുള്ള ഒരു പുണ്യവെള്ളം നമ്മളെ ദേഹത്ത് തളിക്കും. പള്ളിയിൽ പോയാലും പുണ്യവെള്ളം വെച്ച സാധനങ്ങളൊക്കെ തളിക്കും. ടെമ്പിളിലായാലും അതുപോലെ തന്നെയാണ്, പുണ്യവെള്ളം അതുപോലത്തെ സാധനങ്ങളൊക്കെ തളിക്കും. ഈ പുണ്യവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റിവിറ്റിയുള്ള വെള്ളം തന്നെയാണ് പുണ്യവെള്ളം എന്ന് പറയുന്നത്. കാരണം ടെമ്പിളിൽ നമുക്ക് ഒരുമാതിരി പുണ്യവെള്ളം പോലത്തെ സാധനം നമ്മുടെ ദേഹത്ത് തളിക്കുമ്പോൾ ആ വെള്ളത്തിലുണ്ടാകുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള പൂജാരി പോസിറ്റീവായിട്ടുള്ള മന്ത്രങ്ങൾ പറഞ്ഞ് ആ ഒരു വെള്ളത്തിൽ പോസിറ്റിവിറ്റി കൂട്ടിയ ശേഷമാണ് എന്തോ ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിനെ നമ്മുടെ ദേഹത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഈ ഒരു എനർജിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഇത് ടെമ്പിളിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ബ്രെയിനും ആത്മാവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയിലുള്ള എല്ലാ ഇമോഷനും എല്ലാ വികാരങ്ങളും എല്ലാ ഡേറ്റയും എല്ലാ മെമ്മറിയും
ഈ തലയ്ക്കകത്തുള്ള ഈ തലയുടെ അകത്തുള്ള ബ്രെയിനിൻ്റെ അകത്തുണ്ട്. ഇതേ ബ്രെയിനിനെ എന്തോ ചെയ്യുന്നറിയാമോ, കത്തിച്ച് കളയും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പ്രേതത്തിനെ തളയ്ക്കുകയാണ് ഈ പ്രതിമയിൽ അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേതത്തിനെ ഏതൊരു കത്തനാറെ പോലെ ഒരാൾ വന്ന് തളച്ചിട്ടുണ്ട്. തളച്ച സമയത്ത് തലയാണ് അവിടെ വെട്ടി കളഞ്ഞിരിക്കുന്നത്, തല. അപ്പോൾ ഈ തലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയിൽ ഈ ഒരു പ്രേതത്തിൻ്റെ തലയിലുള്ള എല്ലാ മെമ്മറി എന്തോ നീട്ടുണ്ട് ഈ തലയിലാണ് ഉള്ളത്. ഈ തലയ്ക്കകത്തുള്ളത് വെള്ളമാണ്. ഈ വെള്ളത്തിന് അവരെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് അവിടെ കൈ വെച്ച് ഇപ്പോൾ അനുഗ്രഹം കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടും ഗതി പിടിക്കാത്ത, അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ സത്യമായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അതേപോലെ തന്നെ സന്യാസിമാർ യോഗിമാരൊക്കെ അനുഗ്രഹം കൊടുക്കുന്ന കാണാൻ പറ്റും. ഈ അനുഗ്രഹത്തിൻ്റെ കാര്യം എന്താണ്, അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ആ പോസിറ്റീവായിട്ടുള്ള എനർജി വെള്ളത്തിലൂടെ അത് നമ്മുടെ പോസിറ്റിവിറ്റി ബോഡി മുഴുവൻ സ്പ്രെഡാകാൻ വേണ്ടിയാണ് അനുഗ്രഹം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ ഈ മന്ത്രവാദി ആ പറയുന്ന ഈ പ്രേതത്തിൻ്റെ യക്ഷിയുടെ ബ്രെയിൻ അങ്ങ് മാറ്റി വെച്ച ശേഷം അതേ ബ്രെയിനിൽ അനുഗ്രഹം പോലെ എന്തോ സംഭവം ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് ആ ബ്രെയിനിനെ എന്തോ ചെയ്യുന്നുണ്ട് മാറ്റിമറിക്കാൻ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ചിട്ടി രണ്ട് നെഗറ്റീവായിട്ടുള്ള ചിട്ടിയുണ്ട്, നല്ല ബാഡായിട്ടും ഗുഡായിട്ടുള്ള ചിട്ടി നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ ആ തല വച്ചിട്ട് ഇനി ആ തലയിൽ നിന്ന് ഉണ്ടാകുന്ന പുനർജനനം. മനസ്സിലായില്ലേ? ആ പുനർജനനം ഈ പറയുന്ന കത്തനാരെ പോലെ പ്രേതത്തിനെ തളയ്ക്കുന്ന ഒരാളിൻ്റെ ആവശ്യപ്രകാരമായിരിക്കും ഇനി ആ ഒരു സോളിൽ പുനർജനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളയ്ക്കപ്പെട്ട ഈ പ്രേതത്തിൻ്റെയോ ഭൂതത്തിൻ്റെയോ ആ സോൾ ഇനി അടുത്ത ജന്മത്തിൽ ജനിക്കാൻ പോകുന്നത് ആ പ്രേതമായിട്ടായിരിക്കില്ല, പുതിയൊരു വ്യക്തിയായിട്ട് ജനിക്കും. അപ്പോൾ അതിനുള്ള ഡേറ്റായും മെമ്മറിയും അനുഗ്രഹത്തിലൂടെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പുനർജനിപ്പിക്കുള്ള പ്രോത്സാഹനം നടക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞൊരു തളയ്ക്കപ്പെട്ട ഒരു സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? തല മാത്രം അവിടെ ഇല്ല. അപ്പോൾ നിങ്ങളിനി ചിന്തിക്കാനുള്ളത് ഈ തല വെച്ചാണ് ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിലോട്ട് കണക്ഷൻ വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ തല. പിന്നെ അനുഗ്രഹം കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ തന്നെ ഇപ്പം മെൻ്റലിസ്റ്റുകൾ നമ്മൾ നോക്കിയാൽ മതി. ഹിപ്നോട്ടിസം ചെയ്യുമ്പോഴായാലും ഇപ്പോൾ അതേപോലെ എന്ത് പരിപാടിയായാലും അത് തലയിലാണ് കൈവയ്ക്കുന്നത്. മനസ്സിലായി? തലയിൽ കൈവയ്ക്കും. പ്രേതങ്ങൾ ഒഴിപ്പിക്കാനായാലും തലയിലാണ് കൈവയ്ക്കുന്നത്. കാരണം ഈ നമ്മുടെ ഈ പറയുന്ന എനർജി എന്തോന്ന് ചെയ്യും, എനർജി ആ വെള്ളത്തിൽ നമ്മുടെ ബ്രെയിനിലുള്ള വെള്ളവുമായിട്ട് കണക്ട് ചെയ്ത്, മനസ്സിലായില്ലേ, അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതിലൂടെ ഇപ്പോൾ എന്തെങ്കിലും അഫർമേഷൻ കൊടുത്ത് അത് റെഡിയാക്കാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ഈ പറഞ്ഞ തലയിൽ. നിങ്ങൾ നോക്കിയാൽ മതി, എവിടെ ഈ ലോകത്ത് ആര് അനുഗ്രഹം കൊടുത്താലും തലയിൽ മാത്രമേ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? തലയിൽ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും അനുഗ്രഹം കൊടുക്കുന്നത്? ഇല്ല, കൊടുക്കത്തില്ല. തലയിലാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ തലയുടെ ശാസ്ത്രം ഇതാണ്. മനസ്സിലായില്ലേ? തല. ഹിപ്നോട്ടിസം ചെയ്യുന്നവരായാലും മെൻ്റലിസം ചെയ്യുന്നവരായാലും ഈ മെൻ്റലിസം ഹിപ്നോട്ടിസം ചെയ്യുന്നവരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, തലയിലാണ് കൈവയ്ക്കുന്നത്. ഇനി നമ്മുടെ യേശുവിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ യേശുവിനെ കൊല്ലാൻ നോക്കിയവർ എന്ത് ചെയ്യുന്നുണ്ട്? യേശുവിനെ കുഴിച്ച് തളച്ചപ്പോൾ കയ്യിലും കാലിലുമാണ് ആണി അടിച്ചത്. ഇന്നേ വരെ തലയിൽ അടി കിട്ടിയെന്ന് പറയുന്നില്ല. ആണി യേശുവിനെ കുഴിച്ച് തളച്ച ശേഷം തലയിൽ ആണി തളച്ചില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? തലയിൽ എന്തുകൊണ്ടാണ് ആണി തളയ്ക്കാത്തത്? ആ സമയത്ത് ആണി തലയിൽ തളയ്ക്കാത്തത് കൊണ്ടാണ് യേശു പുനർജനിച്ചത്. മനസ്സിലായില്ലേ? ദൈവത്തിനെ പോലെ വീണ്ടും പുനർജനിച്ചത്. മനസ്സിലായില്ലേ? തലയിലാണ് ആണി തളച്ചെങ്കിൽ അത് പുനർജനിക്കത്തില്ല. അതുപോലെയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതേപോലെയാണ് ഈ പറയുന്ന കാര്യം. ഇനി ആണി തളയ്ക്കുന്നതും ഈ ഗോസ്റ്റുമായിട്ട് എന്താണ് ബന്ധം? സൂപ്പർ നാച്ചുറൽ പവർ എന്താണ് ബന്ധം? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ യക്ഷികളെയും ചാത്തമാരെയൊക്കെ യക്ഷികളെയൊക്കെ ഭൂതങ്ങളെയൊക്കെ തളയ്ക്കുമ്പോൾ ഈ ആണി തലയ്ക്കടിച്ചാണ് തളയ്ക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണി തലയ്ക്കടിച്ചാണ് തളയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആണിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ആണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപിച്ച ആണികളായിരിക്കും. ജപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം പള്ളിയിൽ ചരടുകളും നൂലുകളും അങ്ങനെ പലതും ജപിച്ച ഒരാളെ കൈ കെട്ടാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നൂല് തന്നെയാണ്. പക്ഷേ ആ നൂലിൽ പോസിറ്റിവിറ്റിയൊക്കെ കയറ്റി ആ പോസിറ്റിവിറ്റി നമ്മുടെ ബോഡി വെച്ച് സ്പ്രെഡ് ആവാനുള്ള സംഭവമാണ് ചരടും നൂലും. ഇപ്പോൾ കഴുത്തിൽ കുരിശെന്നൊക്കെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് ജപിച്ച കുരിശായാലും എന്തോന്നായാലും, ടെമ്പിളിലുള്ള നൂലായാലും ചരടായാലും എന്തോന്നായാലും. അപ്പോൾ ഈ ആണിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അടിക്കത്തില്ല ആണി. ഇപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ തലയിലടിക്കുന്ന ഓരോ ആണികളും ജപിച്ചിട്ടുള്ള ആണികളാണ്. മനസ്സിലായി? ജപിച്ചിട്ടുള്ള ആണികളാണ്. ഇപ്പോൾ ചന്ദനത്തെ നമുക്ക് നോക്കാം. ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ,
അപ്പോൾ ചന്ദനമായാലും അല്ലെങ്കിൽ തന്നെ വേറെ എന്ത് പ്രോഡക്റ്റ് ആയാലും കുങ്കുമമായാലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മഞ്ഞളായാലും ഇതൊക്കെ ഇപ്പോൾ ടെമ്പിളിലൊക്കെ നമ്മൾ കാണാൻ പറ്റും. ശിവനൊക്കെ പാലുകൊണ്ടാണ് അതൊക്കെ എന്തിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഉൽപ്പന്നത്തിന് ജപിച്ച് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണത്. അതുപോലെയാണ് ആണികളുടെ കാര്യം. ആണി ജപിച്ച ഒരു ആണിയാണ്, മനസ്സിലായില്ലേ? ഈ ആണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ആണിയല്ല. ഒരുപാട് പൂജകൾ മന്ത്രമൊക്കെ ചെയ്ത ആണികളാണ് എന്തോ ചെയ്യുന്നുണ്ട് ഈ തലയുടെ സെൻട്രൽ ഭാഗമായിട്ട് അടിച്ച് തളയ്ക്കുന്നത്. അത് മാത്രമല്ല ഈ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കാര്യം നമ്മൾ നോക്കാം. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശവപ്പെട്ടി ഒരു ശവത്തിന് ഇട്ടതിന് ശേഷം ഇവർ ചെയ്യുന്ന പരിപാടി തലകുണ ഭാഗത്ത് ആണ് അവർ ആണി അടിക്കുന്നത്. ഇപ്പോൾ ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ പറയുമ്പോൾ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. കാരണം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി ഞാൻ പറയുന്ന ഈ കാര്യം പറയുമ്പോൾ ഈ മിസ്റ്റേക്ക് ഇത് ജസ്റ്റ് ഒബ്സർവേഷൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്ന കാര്യമാണ്. തെറ്റ് പറ്റാം ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ആണി അടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് തലയുടെ തലകുണ ഭാഗത്താണ് ആണി അടിക്കുന്നത്. അത് ആണി അവിടെ പോകുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ഈ ശവത്തിൻ്റെ തലയുടെ തലമുണ ഭാഗത്തേക്ക് ആണി പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന മെമ്മറി, ആ ഒരു വെള്ളവും ബ്രെയിനിലും ഉള്ള മെമ്മറി. ഇപ്പോൾ ഹിന്ദുക്കളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് പറയുമ്പോൾ അസ്ഥിയെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അസ്ഥിയെ പൂർണ്ണമായും കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചതിന് ശേഷം തലച്ചോറിലുള്ള വെള്ളം എന്തോ ചെയ്യുന്നുണ്ട്, സ്റ്റീമായി, മനസ്സിലായില്ലേ? സ്റ്റീമായി പോകുന്നു, അല്ലെങ്കിൽ നീരാവി രൂപത്തിൽ അത് സ്റ്റീമായി പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലായില്ലേ? ആ വെള്ളത്തിൽ തലച്ചോറുള്ള ബ്രെയിനിലെ വെള്ളത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തലച്ചോറിൽ ബ്രെയിനിൽ വെള്ളം എന്തായാലും ഉണ്ട്. ആ വെള്ളമാണ് എന്തോ ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിലോട്ട് പോകുന്നത്. കാരണം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പഞ്ചഭൂതങ്ങളിലോട്ട് അസ്ഥികളായാലും എന്തോന്നായാലും അങ്ങനെ ഇതേപോലെ എന്തോ ചെയ്യുന്നുണ്ട്, ലയിക്കാത്ത അസ്ഥികളുണ്ട്. ഇപ്പോൾ അത് ഞാൻ അസ്ഥികൾ ഒഴുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശവം കത്തിച്ചതിന് ശേഷം എന്തോ ചെയ്യുന്നുണ്ട് അസ്ഥികൾ മിച്ചം വരും, നശിക്കാത്ത അസ്ഥികൾ വരും. ഈ അസ്ഥികളെല്ലാം കൂടെ ഒരു പോട്ടിലിട്ടിട്ട് എന്തോ ചെയ്യും, ഇവർ രാമേശ്വരത്തോ അല്ലെങ്കിൽ തന്നെ വേറെ എവിടെയെങ്കിലും അടുത്തുള്ള കായലിലോ പുഴയിലോ കൊണ്ട് ഒഴുക്കും. കാരണം പഞ്ചഭൂതങ്ങൾ അത് ലയിക്കാൻ വേണ്ടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ കത്തിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ തന്നെ എന്തോന്നായാലും ആ മെമ്മറി അങ്ങ് കളയുക. പിന്നെ ഇതേപോലെ ആചാരങ്ങളും ചെയ്യുന്നുണ്ട്. ആചാരങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബ്രെയിനിനെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം ശവസംസ്കാരത്തിൻ്റെ ആചാരങ്ങളുണ്ട്, ഇപ്പം ക്രിസ്ത്യൻസിലായാലും ഹിന്ദുക്കളിലായാലും. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ മെമ്മറികൾ കൂടുതൽ കളയാനും ആ ഒരു എന്തില്ലായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പരിപാടിയിൽ വിശ്വാസമില്ല. അന്ധവിശ്വാസങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടറിഞ്ഞ കാര്യം പറയുന്നതേ ഉള്ളൂ. ഇതിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ ഒട്ടും തെറ്റിയിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറിവിൻ്റെ ഭാഗത്ത് പറയണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഡീകോഡിങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും തലയും അതേപോലെ ഇതിൻ്റെ ആയിട്ടുള്ള ബന്ധം. ഇനി പാർട്ട് 2 വരുമ്പോൾ ഈ തലയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ആണ് ഇനി വരുന്നത്. ഈ പ്രതിമയുടെ ഈ തല ബേസ് ചെയ്താണ് ഇനി അടുത്ത സ്റ്റോറി വരുന്നത്, മനസ്സിലായേ? അതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം സെക്കൻഡ് പാർട്ട് 2 വരുന്നത് നസ്ലിനും അതേപോലെ തന്നെ ഈ പറയുന്ന മീജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബന്ധം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചാത്തന്മാർ ഈ പറയുന്ന ബ്ലഡ് എന്തോ ചെയ്യും, സൂമ്പി ലെവലിലോട്ട് പോകും. കാരണം ആ വില്ലൻ കൊന്നിട്ട അദ്ദേഹത്തിൻ്റെ അമ്മ വീണമെങ്കിൽ അടുത്ത സെക്കൻഡ് പാർട്ട് ജീവനോടെ വരാം, മനസ്സിലായില്ലേ? അങ്ങനെ മൂന്നാമത്തെ കാര്യം എന്തോന്നാണ് ചാത്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ തോമസിൻ്റെ ചാത്തന്മാർ വരത്തില്ല. കാരണം സഹോദരനാണ്, മനസ്സിലായി? സഹോദരനായിട്ടുള്ള ചാത്തന്മാർ വേറെയുണ്ട്. അപ്പോൾ ഈ ചാത്തന്മാരൊന്നുമല്ല, ഇത് വേറൊരു ചാത്തന്മാരാണ്, ദുഷ്ടനായ ചാത്തന്മാരെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നല്ല ചാത്തന്മാർ മോശപ്പെട്ട ചാത്തന്മാർ നമ്മുടെ യുദ്ധമാണ്, മനസ്സിലായി? ഇവിടെ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല ഒടിയൻ്റെ കാര്യം, മറ്റേ പൂച്ചയും പട്ടിയുടെയും കാര്യം. ഈ 2 ഒടിയന്മാരെയും പറ്റിയുള്ള റെഫറൻസ് ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ പൂച്ച എങ്ങനെയാണ് ഈ ഒരു കഥയിൽ ഞാൻ പറഞ്ഞ ഇതിൽ കണക്റ്റ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തോ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റും, മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ,
പിന്നെ ഇപ്പോൾ ഇതിനെ പറ്റി ആചാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തലയും അതേ ബ്രെയിനും അതേപോലെ ശവ സംസ്കാര ആചാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വീഡിയോ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അതിനെ പറ്റി നിങ്ങളൊന്ന് വേണമെന്ന് ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും.